സ്നേഹമുള്ളവരെ, മറ്റുള്ളവരുടെ മുഖത്ത് ഉണ്ണീശോയെ കാണണമെന്നുള്ള സന്ദേശമാണ് ഈ ക്രിസ്മസ് നമ്മളോട് പറയുന്നത്. പ്രശസ്ത യഹൂദ തത്വശാസ്ത്രജ്ഞനായ ഇമ്മാനുവൽ ലെവിനാസിൻ്റെ ഒരു പുസ്തകമാണ് ദ ഫേസ് ഓഫ് ദി അതർ, അവരൻ്റെ മുഖം. ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം രണ്ടാം ലോകമഹായുദ്ധമാണ്. അനേകായിരങ്ങൾ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. പലവിധ പീഡനങ്ങളിലൂടെ ജനം കടന്നുപോയി. ലെവിനാസ് പറയുകയാണ്, വേദനിക്കുന്നവരുടെ മുഖം നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അദ്ദേഹം ഇതിനൊരു ഉപമ നൽകുന്നത്, നമ്മൾ ഇരുട്ടിലായിരിക്കുമ്പോൾ നമ്മളോട് കൂടി അനേകം ആൾക്കാരുണ്ട്, അവർ നമ്മളെ അടുത്താണ്, എന്നാൽ അവരെ നാം കാണുന്നില്ല. ഇതുപോലെ തന്നെ വേദനിക്കുന്നവൻ്റെ മുഖം നാം കാണുന്നില്ലെന്നുള്ളതാണ് ലെവിനാസ് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ വധിക്കരുത്, മറ്റുള്ളവരെ ബഹുമാനിക്കണം, ഒരു ജീവൻ്റെ സംസ്കാരം നാം വളർത്തണം എന്നുള്ളതാണ് ക്രിസ്മസ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ദൈവം തൻ്റെ മുഖം ഈശോയിലൂടെ വെളിപ്പെടുത്തിയ നിമിഷമാണ് ക്രിസ്മസ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാമത്തെ വാക്യപ്രകാരമാണല്ലോ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. മറ്റൊരാളുടെ മുഖത്ത് നമുക്ക് ഈശോയെ കാണുവാനായിട്ട് സാധിക്കണം. ഈശോ പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. ഇതർത്ഥമാക്കുന്നത് അവരൻ്റെ മുഖത്ത് നാം ഈശോയെ കാണുന്നു എന്നുള്ളതാണ്. ദൈവം മറ്റുള്ളവരെ എങ്ങനെ കാണുന്നു എന്നത് മനുഷ്യാവതാരത്തിലൂടെ പഠിപ്പിക്കുന്നു. ദൈവം ലോകത്തെ ഒരു ശിശുവിൻ്റെ കണ്ണിലൂടെയാണ് നോക്കുന്നത്. ഒരു ശിശുവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് നിഷ്കളങ്കതയുണ്ട്, അതോടൊപ്പം തന്നെ വിശ്വസ്തതയുണ്ട്, സമാധാനമുണ്ട്. ഇതെല്ലാം നമുക്ക് ദൈവത്തിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ക്രിസ്മസ് പറയുന്നത് മറ്റുള്ളവരെ നാം മുൻവിധിക്കരുത്, മറിച്ച് അനുകമ്പയുള്ള ഹൃദയത്തോടുകൂടി, അനുകമ്പയുള്ള കണ്ണുകളോടുകൂടി നാം മറ്റുള്ളവരെ കാണും. ആട്ടിടയന്മാരും പൂജാ രാജാക്കന്മാരും ഈശോയെ കാണുവാനായിട്ട് പരിശ്രമിച്ച വ്യക്തികളാണ്. അവർ ഈശോയെ അന്വേഷിച്ചു, കണ്ടെത്തി, ആരാധിച്ചു. അപ്പോൾ ഈശോയുടെ മുഖം കാണുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യവും. ഈ ക്രിസ്മസ് പ്രിയപ്പെട്ടവരെ നമ്മളോട് പറയുന്ന സന്ദേശം, നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി ഈശോയെ ആരാധിക്കുക എന്നുള്ളതാണ്. മനുഷ്യാവതാരം നമ്മളോട് പറയുന്ന മറ്റൊരു കാര്യം, നമ്മുടെ തകർന്ന ബന്ധങ്ങളെ സുഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മനുഷ്യ ശരീരം സ്വീകരിച്ച ദൈവം നമ്മളെ ഐക്യത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. മനുഷ്യനും അതോടൊപ്പം തന്നെ മറ്റ് വ്യക്തികളുമായിട്ടുള്ള അവൻ്റെ ബന്ധം പുനർസ്ഥാപിക്കേണ്ടത് ഈ ഒരു ക്രിസ്മസിലാണ്. അതുകൊണ്ട് ബന്ധങ്ങളെ സുഖപ്പെടുത്തുന്നതാണ് ക്രിസ്മസ്. അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും തമ്മിലുള്ള ബന്ധം, കുടുംബങ്ങളിലെ ബന്ധം, വ്യക്തികൾ തമ്മിലുള്ള ബന്ധമെല്ലാം സുഖപ്പെടുത്തുവാനായിട്ട് ഈ ക്രിസ്മസ് നമുക്ക് സഹായമായി തീരട്ടെ. അതോടൊപ്പം തന്നെ സഭയെന്ന് പറയുന്നത് വ്യക്തികളുടെ കൂട്ടമാണല്ലോ. ഈശോയുടെ സമൂഹം ആശയങ്ങളുടെ ഒരു സമൂഹമല്ല, മറിച്ച് അത് വ്യക്തികളുടെ കൂട്ടമാണ്, കൂട്ടായ്മയാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസിലെ നാം ചെയ്യേണ്ട കാര്യം, മറ്റുള്ളവരെ നമുക്ക് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവരെ കാണുവാനും വേദനിക്കുന്നവരുടെ മുഖത്ത് നമുക്ക് ഈശോയെ കണ്ടെത്തുവാനും പ്രിയപ്പെട്ടവരെ സാധിക്കട്ടെ. അവസാനമായിട്ട് വിശുദ്ധ കുർബാനയിലാണ് ഈശോയുടെ മുഖം നാം കണ്ടുമുട്ടുന്നത്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയ ഒരു സമ്മാനമാണ്. ഈശോ നമുക്ക് തന്നെ തൻ്റെ ശരീരവും രക്തവും നൽകുന്ന നിമിഷമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ ഈശോവുമായി നാം ഒന്നായി തീരുമ്പോഴാണ് ഈശോയുടെ മുഖത്തെ പ്രിയപ്പെട്ടവരെ നാം കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈശോയെ കണ്ടുമുട്ടുമ്പോൾ ആ ഈശോയെ നമുക്ക് അവരൻ്റെ മുഖത്തും കാണുവാനായിട്ട് പരിശ്രമിക്കാം. ചുരുക്കത്തിൽ ക്രിസ്മസ് നമ്മളോട് പറയുന്ന സന്ദേശം, ദൈവം തൻ്റെ മുഖം ഈശോയിലൂടെ വെളിപ്പെടുത്തി. അതുകൊണ്ട് നമ്മളും മറ്റുള്ളവർക്ക് സമ്മാനമായി മാറുക,
നമ്മുടെ മുഖം എപ്പോഴും മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതായിക്കൊള്ളട്ടെ. ഏറ്റവും അവസാനമായി മറ്റുള്ളവരുടെ മുഖത്ത് നമുക്ക് ഈശോയെ കണ്ടെത്താം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്രിസ്മസ് അർത്ഥവത്തായി തീരും. നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു.